ഓം ശ്രുതിസ്മൃതിഃ പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഓം അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകതം തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. യാ കുന്ദേന്ദുതുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാപരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതിഭിർദേവൈ സദാ പൂജിതാ സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഢ്യാപഹ. ഖഡ്ഗം ചക്രഗദേഷു ചാപപരിഘാൻ ശൂലം ഭുശുണ്ഡിം ശിര ശംഖം സംദധിം കരൈസ്ത്രിനയനാം സർവാംഗഭൂഷാവൃതാം നീലാശ്മദ്യുതിമാസ്യ പാദദശകാം സേവേ മഹാകാളിയാം യാമസ്തു സ്വപിദേഹരൗ കമലജോ ഹന്തും മധും കൈഡഭം. ശ്രീ മഹാദേവി നമഃ. നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. എന്താണ് നാമം? നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. ബ്രഹ്മാണ്ഡ മണ്ഡലങ്ങൾ, അതാണ് രസം. ബ്രഹ്മാണ്ടങ്ങൾ അല്ലെ, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായകിയാണ് നമ്മൾ ആരാധനാമൂർത്തി. അപ്പൊ ഈ ബ്രഹ്മാണ്ഡ മണ്ഡലങ്ങളെല്ലാം അതൊരു എന്താണ്, ആ എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഒക്കെ എന്താണ്, അരുണവർണ്ണത്താൽ, നിജെന്ന് പറഞ്ഞാൽ തൻ്റെതായിട്ടുള്ള, അല്ലെങ്കിൽ അല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു ഉദ്യദ്ഭാനു സഹസ്രാഭ, ഒരു നാമം പഠിച്ചാലേ, ഉദിച്ചുയരുന്ന ആയിരക്കണക്കിന് ബാലസൂര്യന്റെ നിറമാണ്. അതാണ് ധ്യാനത്തിൽ എങ്ങനെയാ, അരുണാം കരുണാതരാങ്കിതാക്ഷിയും, അതേപോലെ സിന്ദൂരാരുണ വിഗ്രഹം. അപ്പൊ അരുണവർണ്ണം അത് പ്രഭാത സൂര്യന്റെ നിറമാണ്, അത് സൃഷ്ടിയുടെ നിറമാണ്, അത് സ്നേഹത്തിന്റെ നിറമാണ്. അപ്പൊ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഈ നിറം കൊണ്ട് നിജമായിരിക്കുന്ന തൻ്റെതായിരിക്കുന്ന ഈ അരുണവർണ്ണ പ്രഭാപൂരത്താൽ ഈ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ എന്താണ്, അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ബ്രഹ്മാണ്ഡ മണ്ഡലത്തോടു കൂടിയവളാണ് എന്നർത്ഥം. അപ്പൊ എല്ലാ സ്ഥലവും ഈ ദേവിയുടെ അരുണവർണ്ണത്താൽ ശോഭിതമാണ്. അത് ഏത് അരുണ ശോഭ. ഒരു സൂര്യൻ തന്നെ നമ്മൾ എന്ത് കളറാ നോക്കൂ, ബാലസൂര്യൻ. ഇവിടെ എന്താണ്, ഉദ്യദ്ഭാനു സഹസ്രാഭ എന്നാണ്. ഉദിച്ചു വരുന്ന ആയിരക്കണക്കിന് ബാലസൂര്യന്റെ ആഭയാണ്, ശോഭയാണ്. അതേതാണ് ആ ശോഭ? അരുണ നിറമാണ് അല്ലെ. അപ്പൊ അത്തരം ആയിരക്കണക്കിന് ഉദയസൂര്യന്റെ വർണ്ണത്തോട് കൂടിയിട്ടുള്ള ആ അരുണവർണ്ണത്തോട് കൂടിയിട്ടുള്ള ആ അരുണവർണ്ണം, ആ ദേവിയുടെ വർണ്ണം തന്നെ അങ്ങനെയാ നിറം. അതുകൊണ്ട് അത് ദേവിയുടെ നിറമാണ്, നിജാരുണമാണ്, തൻ്റെതായ വർണ്ണമാണ്, അരുണവർണ്ണമാണ്. ആ പ്രഭാപൂരം കൊണ്ട് ബ്രഹ്മാണ്ഡ മണ്ഡലം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു, അല്ലെ ബ്രഹ്മാണ്ഡ മണ്ഡലത്തോട് കൂടിയവളാണ് ദേവി എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ ഉപാസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ലളിത പരമേശ്വരി എന്താണ്, നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡലയാണ്. നിജെന്ന് പറഞ്ഞാൽ തൻ്റെതായിരിക്കുന്ന സ്വതവേയുള്ള ആ അരുണവർണ്ണം, ആ പ്രഭാപൂരം കൊണ്ട്. എങ്ങനത്തെ അരുണവർണ്ണമാണ്? ഉദ്യദ്ഭാനു സഹസ്രാഭ എന്നാണ്. ഉദിച്ചു വരുന്ന ആയിരക്കണക്കിന് സൂര്യന്റെ നിറമാണ്, അത് അരുണവർണ്ണമാണ്. അപ്പൊ നമ്മൾ ഇമാജിൻ ചെയ്യാം എന്തായിരിക്കും ആ വർണ്ണത്തിന്റെ ഒരു അഭൗമമായിട്ടുള്ള സൗന്ദര്യം എന്ന്. അരുണവർണ്ണം സൃഷ്ടിയുടെ വർണ്ണമാണ്, സ്നേഹത്തിന്റെ വർണ്ണമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാം. പ്രഭാതത്തില് ദേവിയെ ഉപാസിക്കുവാൻ ഈ അരുണവർണ്ണത്തിലാണ് അത്ര ഉപാസിക്കേണ്ടത്. അതുകൂടെ മനസ്സിൽ വെക്കുക. കാര്യസിദ്ധിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്
ദേവിയെ ഉപാസിക്കേണ്ടത് അരുണവർണ്ണത്തിലാണ് എന്നൊക്കെ ആചാര്യന്മാര് പറയാറുണ്ട്. അരുണൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ നമ്മൾ പുരാണത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അരുണൻ, സൂര്യന്റെ തേരാളി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അരുണൻ സൂര്യന്റെ തേരാളി, സാരഥി. അതും ചുവപ്പ് നിറമാണ് അത്ര. ചെറിയൊരു കഥ പറയാം. അരുണനെ കുറിച്ചുള്ള ഒരു കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അരുണനെ കുറിച്ച് സൂര്യന്റെ സാരഥിയായിരിക്കുന്ന ഒരു അരുണന്റെ കഥയുണ്ട്. കശ്യപ പ്രജാപതിക്ക് കദ്രു, വിനത എന്ന് പറഞ്ഞ 2 ഭാര്യമാരുണ്ട്. വളരെ നല്ല സ്വഭാവമാണ് ഈ 2 പേർക്കും. ഈയോ ഞാനോച്ചിയാണ് സ്നേഹിക്കുന്നത് കശ്യപനെ. ഈ 2 ഭാര്യമാരുടെ സ്നേഹത്തിൽ അങ്ങോട്ട് അതീവ സന്തുഷ്ടനാവാണ് കശ്യപൻ. അവസാനം പറയാണ് കശ്യപൻ പറയാണ്, നിങ്ങൾക്ക് എന്ത് വരം വേണം ചോദിച്ചോളൂ എൻ്റെ അടുത്ത് നിന്ന്, എന്ത് വരം വേണം ചോദിച്ചോളൂ. അപ്പോ കദ്രു പറയാണ്, എനിക്ക് 1000 നാഗങ്ങളെ വേണം. എനിക്ക് 1000 നാഗങ്ങൾ, എൻ്റെ കുട്ടികളായിട്ട് 1000 നാഗങ്ങളാവേണ്ടത്. വിനത പറയും, ഈ 1000 നാമങ്ങൾക്ക് തുല്യമായ അതിനെക്കാട്ടിലും ശക്തിയായിട്ടുള്ള 2 പുത്രന്മാരെ മതി എനിക്കെന്നറിയാം. ഈ കാര്യത്തിൽ 2 പേരും നല്ല വാശിയാണ്. സന്തോഷം കൊണ്ട് 2 പേരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവർ ചോദിച്ച വരം കശ്യപൻ കൊടുക്കുകയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാല്, നിങ്ങൾ മുട്ടയിൽ നിന്ന് വിരിഞ്ഞാണ് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുക, സാധാരണ പ്രസവിക്കല്ല. മനസ്സിലായണ്ട? ഗർഭപാത്രത്തിൽ നിന്ന് അങ്ങനെയല്ല, മുട്ടയിൽ നിന്ന് വിരിഞ്ഞാണ് ഉണ്ടാവുക. ഇപ്പോ കുറെ കഴിഞ്ഞപ്പോ ഈ കദ്രു 100 മുട്ടകളെ പ്രസവിച്ചു. അടയിരിക്കാൻ പറഞ്ഞു. വിനതയോടും അങ്ങനെ പറഞ്ഞു. വിനതയ്ക്ക് 2 മുട്ടയെ. കുറെ 500ഓളം വർഷങ്ങൾ കഴിഞ്ഞപ്പോ കദ്രുവിന്റെ 1000 മുട്ടകളും വിരിഞ്ഞ് 1000 നാഗങ്ങൾ ഉണ്ടായി. അതേക്ക് ഇപ്പുറത്തെ വിനത, കദ്രുവിന് 1000 കുട്ടികളുണ്ടായി, എനിക്കോട്ട് ഞാൻ 2 പറഞ്ഞോളൂ, എനിക്കോട്ട് കുട്ടികളും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ഒരു മുട്ട തല്ലി പൊട്ടിച്ചത്. തല്ലി പൊട്ടിച്ച സമയത്ത് എന്തുണ്ടായി? അതായത് ഇതെന്താ പറഞ്ഞു വെച്ചാല്, അരുണൻ എന്ന് പറഞ്ഞ വാക്കിന് എന്താന്ന് പറഞ്ഞ അനുരു എന്നാൽ തുടയില്ലാത്തവൻ എന്നാണ്. അരുണൻ എന്നുള്ള ഒരു പദമാണല്ലോ നമ്മൾ ഉപയോഗിക്കുക. അനുരു എന്ന് പറഞ്ഞാല് തുടയില്ലാത്തവൻ എന്നാണ്. അപ്പൊ ഇത് പാകമാകാതെ, സാധാരണ മുട്ട പാകമായാൽ അത് പൊട്ടി പുറത്തു വരികയല്ലേ ചെയ്യുക. ഇതിന്റെ ക്ഷമയില്ലാത്തത് കൊണ്ട് ഈ വിനത എന്ത് ചെയ്തു? ഒരു മുട്ട അടിച്ച് പൊട്ടിച്ചു. അപ്പോ ആ മുട്ടയിൽ നിന്നും ഉണ്ടായത് തുടയില്ലാത്ത അരുണൻ ജനിച്ചു എന്ന്. നേരെ ആകാശത്തേക്ക് അങ്ങോട്ട് പോയി. എങ്ങനെ? വലിയൊരു ശാപം കൊടുത്തിട്ടാ പോയത്. എന്താന്ന് പറഞ്ഞാല്, എനിക്ക് പാകമാകാതെ ഈ മുട്ട തല്ലി പൊട്ടിച്ചിട്ടല്ലേ എനിക്ക് ഈ തുടയില്ലാണ്ടൊക്കെ ജനിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഈ കദ്രു എന്ന് പറഞ്ഞവരുടെ അതായത് ഈ അവരുടെ ദാസ്യപ്പണി ചെയ്യണം നീ. അപ്പൊ വിനതിയും ഈ കദ്രുവും തമ്മിൽ കദ്രുവിന്റെ ദാസ്യയായി കഴിയുന്നൊരു കാലമുണ്ട്. പുരാണങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. അതേ സമയത്ത് തന്നെ ഇയാൾക്ക് ശാപമോക്ഷവും കൊടുക്കണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാ, ഇനി പൊട്ടിക്കാൻ പോകുന്ന പൊട്ടിക്കല്ലേ, അത് പാകമായിട്ട് വിരിഞ്ഞോളും, മുട്ട വിരിയും. അതിൽ നിന്ന് വരുന്ന ആ കുഞ്ഞ് ഞാൻ നിന്നെ ശപിച്ചുല്ലോ, ആ ശാപം നിനക്ക് ഇല്ലാണ്ടാക്കി തരും എന്ന് അനുഗ്രഹിച്ചിട്ടും കൂടിയാണ്, ശാപമോക്ഷം കൊടുത്തിട്ടും കൂടിയാണ് ഈ പോകുന്നത്. അരുണൻ എന്ന് പറയുന്നത് സൂര്യന്റെ ഒരു പര്യായം കൂടിയാണ്. മാത്രമല്ല സൂര്യന്റെ തേരാളിയാണ്, സാരഥിയാണ് എന്നും കൂടെ പുരാണത്തിൽ നമുക്ക് കാണാവുന്നതാണ്.